ഇതാണ് കേരച്ചൂര്. എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ആയിട്ട് നമ്മൾ വീട്ടിൽ വന്നതാണ്. അപ്പോൾ വീട്ടിൽ വന്നപ്പോഴത്തേക്കും ഇഷ്ടംപോലെ കാന്താരി നമ്മുടെ വീട്ടിൽ നിൽപ്പുണ്ടല്ലോ, വെള്ള കാന്താരിയാണ്. അപ്പോൾ ഇത് നമുക്ക് ഉപ്പിലിട്ടിട്ട് അച്ചാറിടാമെന്ന് വിചാരിക്കുവാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതെല്ലാം പിച്ചെടുക്കണം. അമ്മ ഇത് പിച്ചാനൊന്നും സമ്മതിക്കത്തില്ല കേട്ടോ, പക്ഷേ ഞാനിതെല്ലാം പിച്ചെടുക്കും. അപ്പോൾ ഉപ്പിലിടാൻ വേണ്ടിയിട്ടാണ്, ഉപ്പിലിട്ടിട്ട് നമുക്ക് അച്ചാറിടാം. കുറേ പഴുത്ത മുളകുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കാന്താരി ഇതിന് വലിയ എരിവൊന്നുമില്ല, ഒരു പാകത്തിനുള്ള എരിവൊക്കെ ഉള്ളൂ. ചില കാന്താരിക്കൊക്കെ ഭയങ്കര എരിവായിരിക്കും, പക്ഷേ ഇതിന് അത്രയും എരിവൊന്നുമില്ല കേട്ടോ. അപ്പം ഞാനിത് കുറേ പഴുത്തതൊക്കെ ഉണ്ടായിരുന്നു, അതും പറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ പഴുത്തത് നമുക്ക് വേണമെങ്കിൽ പാകാം, വേറെ പാകി ഇടാം, പെട്ടെന്ന് കിളിച്ച് വരും കേട്ടോ. നല്ല വളമൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മുടെ ഈ കാന്താരി കിളിച്ച് വരുന്നതാണ്. അപ്പോൾ അതെല്ലാം പറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. കുറേയൊക്കെ പറിച്ചെടുത്തു. പിന്നെ അമ്മ പറഞ്ഞു വേണ്ട, ഇത്രയും മതി എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ഉള്ളത് കൊണ്ട് നമുക്ക് ഉപ്പിലിട്ടിട്ട് അച്ചാറിടാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇത് സാധാരണ ചെറിയ കാന്താരി പോലല്ല, ഇച്ചിരി വലുപ്പമുള്ള കാന്താരിയാണേ. അതുപോലെ തന്നെ കളറ് നല്ല വെള്ളയാണ്, ഇഷ്ടംപോലെ കിളിക്കുകയും ചെയ്യും. നിറച്ച് കാന്താരിയാണ് ഇതിനകത്ത് നിൽക്കുന്നത്. അപ്പോൾ ആ സമയത്ത് നമുക്ക് അച്ഛനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, പണിയൊക്കെ കഴിഞ്ഞ്. അപ്പോൾ അച്ഛൻ കൊണ്ടുവന്ന മീനാണ് ഇത്, മങ്കട മീനാണ് കേട്ടോ ഇത്. അപ്പോൾ അമ്മ ഇതെല്ലാം വെട്ടി കഴുകി എടുക്കുന്നുണ്ട്. ഈ മീൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. കഴിച്ചിട്ടുള്ളവർക്കൊക്കെ അറിയായിരിക്കും, മങ്കട മീൻ നല്ല ടേസ്റ്റാണ്. അതുപോലെ വറക്കാനും ഒക്കെ നല്ല ടേസ്റ്റാണ്. അപ്പം ഇത് വെട്ടാനാണ് പാട്. അമ്മ ഇത് വെട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ. തൊലി പൊളിച്ചെടുക്കണം ഇതിൻ്റെത്, കാരണം തൊലി പൊളിക്കാതെ നമുക്കിതൊന്നും കറി വെക്കാനൊന്നും പറ്റത്തില്ല. അപ്പോൾ തൊലി പൊളിച്ച് നമുക്ക് എടുക്കണം. അപ്പം അമ്മ മീൻ വെട്ടുന്നതിൻ്റെ ഇടയ്ക്ക് ഇവിടെ ഒരാൾ ഇരിപ്പുണ്ട് കേട്ടോ, മീൻ വെട്ടുന്ന കാണാൻ വേണ്ടിയിട്ട്. അത് മാത്രമല്ല പൂച്ചേനെയും കൂടെ കാണാൻ വേണ്ടിയിട്ടാണ് ആളിരിക്കുന്നത്. ഇവിടെ മീൻ വെട്ടുമ്പോഴത്തേക്ക് ഓടി ഒരു പൂച്ച വരും. അപ്പോൾ ആ പൂച്ചയെ കാണാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഒരാൾ ഇരിക്കുന്നത്. ആരാ പൊട്ടിച്ചത്? ദേവയാ പൊട്ടിച്ചത്. അസര പൊട്ടിച്ചാരാ? ആർക്ക്? പൂച്ചയ്ക്ക് കൊടുക്കണോ? കൊടുക്കാം. പിന്നെ എവിടെയുള്ളൂ? കള്ളിപ്പൂച്ചേ എടുത്തോ. ഇപ്പോൾ വീഡിയോ
അപ്പം നമ്മളിനി മീൻ കറി വെക്കാൻ പോവുകയാണ്. നല്ല മങ്കടക്കറി വെക്കാനായിട്ട് അമ്മ എണ്ണ ഒഴിച്ചു, കടുകിട്ട് ഉലുവ പൊട്ടിച്ചു. അതിലേക്ക് നമ്മുടെ സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, നമ്മൾ കാന്താരിയാണ് ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ തന്നെ കറിവേപ്പിലേക്ക് ഇട്ടു നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുത്തു. ഇതിലേക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുവാണ്. മുളക് പൊടി ഒരു 2.5 ടേബിൾ സ്പൂണോളം ചേർത്തിട്ടുണ്ട്. പിന്നെ മല്ലിപ്പൊടി 2 ടേബിൾ സ്പൂണോളം ചേർത്തു. എന്നിട്ട് ലേശം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുത്തിട്ട് നല്ല വെള്ളം അങ്ങോട്ട് ഒഴിക്കുക. മൂത്തതിന് ശേഷം വെള്ളം ഒഴിച്ചിട്ട് തിളച്ച് കഴിയുമ്പോൾ ഉപ്പ് ഇട്ട് മീനും ഇട്ട് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ മീൻകറി റെഡിയാവും കേട്ടോ. അപ്പോൾ കാന്താരി ഇട്ട മീൻകറിയാണ് ഇത്. അപ്പോൾ നമ്മുടെ നല്ല മങ്കട എല്ലാം കൂടെ പിറക്കിയെടുക്കുക, നല്ല മൂടി വെച്ച് ഒരു 15 മിനിറ്റ് നേരം വേവിക്കുക. അപ്പോൾ നമ്മുടെ മങ്കടക്കറി റെഡിയാകും. അപ്പം മങ്കടക്കറി ഇവിടെ റെഡിയായിട്ടുണ്ട്. അമ്മ ഉപ്പും പുളിയൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. ഒരു ദിവസം ഇരുന്ന് കഴിയുമ്പോഴത്തേക്കും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ലഞ്ച് നല്ല ഒഴിച്ചുകറി, പപ്പടം, അവിയൽ, പിന്നെ നമ്മുടെ മങ്കടക്കറിയൊക്കെ ആയിരുന്നു കേട്ടോ. നല്ല അടിപൊളി ഒരു മീൻകറി തന്നെ ആയിരുന്നു കേട്ടോ ഇന്നത്തത്. അപ്പോൾ ഇന്ന് നമുക്ക് ഉച്ചയ്ക്ക് നല്ല പായസം ഉണ്ടായിരുന്നു. അപ്പോൾ പായസത്തിൻ്റെ കൂടെ പപ്പടവും പഴവും ഒക്കെ ഇട്ട് കുഴച്ച് കഴിക്കാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് നമ്മൾ അങ്ങനെയാണ് കേട്ടോ ഇന്ന് കഴിക്കാൻ പോകുന്നത്. അപ്പോൾ പായസവും പിന്നെ നമ്മുടെ പപ്പടം ഒരെണ്ണം എടുത്ത് വെക്കുക. നല്ല അട കൊണ്ടുണ്ടാക്കിയ പായസമായിരുന്നേ. അപ്പോൾ അടപ്പായസവും പാലട പായസവും പിന്നെ നമ്മുടെ പപ്പടവും പിന്നെ പഴവും കൂടെ കുഴച്ച് കഴിക്കുമ്പോഴത്തേക്കും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് അതായിരുന്നു. അങ്ങനെ നമ്മളതെല്ലാം കൂടെ കുഴച്ച് കഴിക്കുമായിരുന്നേ. ഇങ്ങനെ കുഴച്ച് കഴിക്കാൻ ഇഷ്ടമുള്ളവർ ഒരുപാട് പേര് കാണും. നല്ല ടേസ്റ്റുമാണ് കേട്ടോ. നല്ല പൂവമ്പഴവും പിന്നെ പപ്പടവും ഈ പായസവും കൂടെ കഴിക്കുമ്പോഴത്തേക്കും ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ നമ്മളതൊക്കെ കഴിച്ചു കഴിഞ്ഞു. പിന്നെ നമുക്കിനി പൂരം കാണാൻ പോകാം. അപ്പോൾ അതേണ്ട് പൂരം.
അങ്ങനെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളായിരുന്നു കേട്ടോ. അപ്പോൾ പൂരമൊക്കെ കണ്ടു കഴിഞ്ഞു, ഞങ്ങൾ നേരെ വീട്ടിലോട്ട് മടങ്ങി. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.